നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ ഹോർഡിങ്ങുകളിലൊക്കെ പിണറായിയുടെ മുഖം. ആ മുഖം ഇപ്പോഴും വലിച്ചു കീറപ്പെട്ടിട്ടില്ല. എങ്കിലും പല കോൺഗ്രസ് ഓഫീസുകളുടെ മുന്നിലും ഇപ്പോഴൊരു ഫ്ലെക്സ് ബോർഡ് ഉയരുന്നു. ബൈ ബൈ പിണറായി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ കാണുന്നതേ പിണറായി ആരാധകർക്ക് കലിയിളകും. പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ആളിക്കത്തുന്നു. ഇപ്പോഴിതാ നെടുമ്പാശ്ശേരി കുന്നുകര പഞ്ചായത്തിലെ വടക്കേ അടുവാശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിനു നേരെ CPMന്റെ അതിക്രമം. തിങ്കളാഴ്ച രാത്രി 9 മണിക്കായിരുന്നു അടുവാശ്ശേരി കവലയിൽ ഞായറാഴ്ച കോൺഗ്രസ് സ്ഥാപിച്ച ബൈ ബൈ പിണറായി ബോർഡ് രാത്രിയിൽ തീയിട്ട് നശിപ്പിച്ചത്. ഇതിനിടയിൽ തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ മറ്റൊരു ഫ്ലെക്സ് ബോർഡ് കൂടി ഉയർന്നു. ഇതോടെ CPM കുന്നുകര ലോക്കൽ സെക്രട്ടറി VK അനിലിന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഈ സംഘമെത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ മേൽ ചാടി വീണു. പിണറായി വിജയൻ ഒരു ബ്രാൻഡ് ഐക്കണായി അവതരിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇക്കുറി UDFന് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിൽ ഒരു കൃത്യത വന്നു. പിണറായി വിജയനെതിരെ നേരിട്ടുള്ള ആക്രമണ ശൈലി. പിണറായി എന്ന ഒറ്റ ഫോക്കസിൽ ഊന്നിയാണ് UDF തങ്ങളുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത്. ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഇത്തരം ബ്രാൻഡ് ഐക്കണുകൾ അവതരിപ്പിക്കപ്പെടുന്നത് ശരിയാണോ എന്ന ചോദ്യം ഇപ്പോഴുയരുന്നു. മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പ്രസ്ഥാനത്തിൽ ഒരു ബ്രാൻഡ് ഐക്കൺ ഉയർത്തിക്കാട്ടി വോട്ട് ശേഖരിക്കുന്നത് ശരിയാണോ എന്ന മറ്റൊരു ചോദ്യം. എന്നാൽ പിണറായി വിജയൻ എന്ന ഒറ്റ ബ്രാൻഡ് മതി ഇക്കുറി ഇടതുപക്ഷം തോറ്റമ്പാൻ എന്ന് UDF പറയുന്നു. പല ഇടതുപക്ഷ പ്രവർത്തകരും നിരാശരാണത്രേ. CPM തന്നെ CPMനെ തോൽപ്പിക്കുമെന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. അതിനൊരൊറ്റ കാരണം മാത്രം: പിണറായി വിജയന്റെ മുഖം, പിണറായി വിജയന്റെ ഹോർഡിങ്ങുകൾ. ഇവിടെയാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന ചോദ്യം കൂടുതൽ ശക്തമാകുന്നത്. തോറ്റാലും ജയിച്ചാലും ചങ്കുറപ്പോടെ താൻ മുന്നിലുണ്ട് എന്ന് കേരളത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകളിലൂടെ പിണറായി വിജയൻ. എന്നാൽ മറുവശത്ത് അത്ര വലിയ ആത്മവിശ്വാസം പിണറായി ക്യാമ്പിലില്ല. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇപ്പോൾ തന്നെ സാധനങ്ങൾ പുറത്തേക്ക് മാറ്റി തുടങ്ങി എന്നാണ് തലസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. മറ്റുള്ളവർ പരിഹസിക്കുന്നത് ഒരു തലത്തിലും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മെയ് 4-ന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ക്ലിഫ് ഹൗസിലെ സാധനങ്ങളുമായി ലോറി പുറത്തേക്ക് പോകുന്നത് പിണറായി വിജയന് സഹിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ലോറിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ധാർഷ്ട്യക്കാരൻ എന്ന ഇമേജാണ് പിണറായി വിജയൻ പേറുന്നത്. അതിലപ്പുറം ആ ധാർഷ്ട്യത്തിന് കോട്ടം വരുത്തുന്ന പരാജയം അദ്ദേഹത്തിന് എങ്ങനെ താങ്ങാൻ കഴിയും? പരാജയപ്പെട്ടാൽ പിണറായി വിജയൻ തലസ്ഥാനത്ത് നിൽക്കില്ല എന്നാണ് പുറത്തുവരുത്ത സൂചനകൾ. ഒന്നുകിൽ ദുബായിൽ ചെന്ന മകനൊപ്പം ശിഷ്ടകാലം ജീവിക്കുമത്രേ, അല്ലെങ്കിൽ ചികിത്സയും മറ്റ് ജീവിതചര്യകളുമൊക്കെ കൃത്യതയോടെ പാലിക്കാൻ അമേരിക്കയിൽ പോയി ദീർഘകാലം വസിക്കും. പിണറായി വിജയനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്ന് കേരളത്തിൽ പലരും ഉറക്കപ്പറയുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തന്നെ പിണറായി വിജയന്റെ മുഖം വലിയ ഹോർഡിങ്ങുകളായി നാട് നീളെ നിരത്തുന്നതിൽ കാണിച്ച ആ ചങ്കൂറ്റമുണ്ടല്ലോ, അതാണ് പിണറായി വിജയന്റെ മറ്റൊരു ഭാവം. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ പിണറായി വിജയനിൽ വലിയ മാറ്റം സംഭവിക്കുമെന്ന് കരുതിയവർക്ക് അട്ടപടലം തെറ്റുപറ്റി. VS അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ പുതിയൊരു പിണറായിയിൽ അവർ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ പിണറായിക്ക് പിണറായി വിജയനാകാനേ സാധിക്കൂ എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ആ മുഖ്യമന്ത്രി കാലം. ബുധനാഴ്ചകളിലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന ഒരു പത്രസമ്മേളനമുണ്ട്. എന്നാൽ പിണറായി വിജയൻ ആ ശൈലിയൊക്കെ വലിച്ചെറിഞ്ഞു. ആദ്യം തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന മാധ്യമപ്രവർത്തകരോട് കടക്കു പുറത്ത് എന്നായിരുന്നു പിണറായി വിജയന്റെ ആക്രോശം. പിന്നീട് അത് തുടർന്നു. പിണറായി വിജയനോട് തൊഴിൽപരമായ ഒരു ശത്രുത പിന്നീട് മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ടായി. എന്നാൽ മാധ്യമ സാന്നിധ്യം തൻ്റെ ഭരണത്തിൽ ആവശ്യമില്ല എന്ന പൊതുധാരണയായിരുന്നു പിണറായി വിജയന്. അത് തുടക്കം മുതൽ ഒരു ധാർഷ്ട്യമായി അദ്ദേഹത്തിൽ കുടികൊള്ളുകയും ചെയ്തു. പിന്നീട് പിണറായി വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ, ഒരുപാട് നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ടു. അവിടൊന്നും മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് സുസ്മേരവതനായി കടന്നു വരാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുമില്ല. അങ്ങനെ ധാർഷ്ട്യത്തിന്റെ പര്യായമായി പിണറായി വിജയൻ വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് കോവിഡ് എന്ന ദുരന്തം കേരളത്തിലേക്ക് മലയടിച്ചത്. തുടർന്ന് എല്ലാ ദിവസവും ചാനലിലെത്തുന്ന പിണറായി വിജയന്റെ പുതിയ മുഖം കേരളം കണ്ടു. ജനങ്ങളെ ചേർത്തു പിടിക്കുന്നത് പോലെ ഒരു ക്യാപ്റ്റൻ ശൈലിയിൽ പിണറായി വിജയന്റെ അന്നത്തെ ഒരു മാരക പെർഫോമൻസ്.
അതിനു പിന്നിൽ അഭിനേതാക്കൾക്ക് നവരസങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില പരിശീലകരുമുണ്ടായിരുന്നു എന്നത് പകൽ പോലെ സത്യം. എന്തായാലും പിണറായി വിജയൻ പകർന്നാടി. ഒടുവിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങ് തൂക്കിയെടുത്തു. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനിൽ ഒരു ആത്മവിശ്വാസം പ്രകടമായിരുന്നു. എന്നാൽ 2026 ആത്മവിശ്വാസം അദ്ദേഹത്തിന് മുഖത്തില്ല. എന്നാൽ കേരളത്തിൽ ഒരുപിടി ഹോർഡിങ്ങുകളും പരസ്യരീതികളുമൊക്കെ അവതരിപ്പിച്ച് പുതിയൊരു ബിംബം സൃഷ്ടിക്കാൻ പിണറായി ശ്രമിക്കുന്നു. 2016 അന്ന് VS അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് പിണറായി വിജയൻ ഭരണം പിടിച്ചെടുത്തത്. 2021 കോവിഡിന്റെ പേരിൽ ഭരണം പിടിച്ചെടുത്തു. 2026 സ്വന്തം മുഖം വെച്ച് ഭരണം പിടിക്കാൻ എത്രമാത്രം പിണറായി വിജയന് കഴിയും? ഇനി തോറ്റാലും തൻ്റെ മുഖം കേരളത്തിലങ്ങ് കത്തി നിൽക്കട്ടെ എന്ന് പിണറായി കരുതിയിട്ടുണ്ടാവാം. പലപ്പോഴും വലിയ ബിംബങ്ങളെ ആരാധിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആരാധന വളർത്തിയെടുക്കാനുള്ള ശ്രമം പിണറായി വിജയന്റെ ഈ പരസ്യ ശൈലിക്ക് പിന്നിലുണ്ട്. അതിശക്തമായ മാധ്യമ അജണ്ടകളുടെ കാലത്ത് മാധ്യമങ്ങളെ പണം കൊടുത്ത് ആദ്യം വരുതിയിലാക്കി. പിന്നീട് പരസ്യപ്രചരണത്തിലൂടെ വലിയ ഹോർഡിങ്ങുകൾ ഉയർത്തി കേരളത്തിൽ പുതിയൊരു ബിംബമായി പിണറായി വിജയനെ പ്രതിഷ്ഠിച്ചു. ഇവിടെയാണ് CPMലെ ചില മുന്നണി പോരാളികൾ ഒരു പുതിയ തിയറി അവതരിപ്പിക്കുന്നത്. വെളുത്തവർക്ക് മാത്രം ഇടം നൽകുന്ന പരസ്യ മാർക്കറ്റിന്റെ പതിവ് ശൈലിയെ കലഹിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ തന്റെ മുഖം ഫ്ലെക്സുകളിൽ അച്ചടിക്കാൻ സമ്മതിച്ചത്. പിണറായി വിജയനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകളെ നേരിടാനുള്ള പാർട്ടിയുടെ തന്ത്രമായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിശദീകരണം. എന്നാൽ കൂടുതൽ ഹെയ്റ്റ് ഉയരാനേ ഇതുവഴി കാരണമായുള്ളൂ എന്ന് UDF പറയുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇത് പിണറായി വിജയന്റെ വിജയമാകും, അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയം. ഏതായാലും അതൊക്കെ ഏറ്റുവാങ്ങാനുള്ള ധൈര്യം പിണറായി വിജയനുണ്ട് എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. നിങ്ങൾ ഈ മുഖം വെറുക്കുന്നു എങ്കിൽ മാറി നടന്നുകൊള്ളുക. നിരന്തരം കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ വെറുപ്പകന്ന് നിങ്ങൾക്ക് ആ മനുഷ്യനോടൊരു സ്നേഹം തോന്നാം. ഈ ഒരു സൈക്കോളജിയാണ് ഈ പ്രചരണ തന്ത്രത്തിന് പിന്നിൽ. പിണറായി വിജയന്റെ ഒറ്റ മുഖം വെച്ചുള്ള പരസ്യ പ്രചരണമായിരുന്നു CPM നടത്തിയത്. മറുവശത്ത് ഒടുവിൽ ആത്മവിശ്വാസം പോലും പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു. ഇക്കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം 70-72 സീറ്റ് എന്നൊക്കെയാണ് CPM വിലയിരുത്തുന്നത്. അതുപോലും അത്ര ഉറപ്പില്ലത്രേ. പല മന്ത്രിമാരും ഇതിനകം തന്നെ മന്ത്രിമന്ദിരം വിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വലിയ തോതിൽ പാക്കിങ്ങുകൾ നടക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രിയാകാനുള്ള അടിയാണ് UDFൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആര് വന്നാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് നിലപാടറിയിക്കുന്ന പല കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ പേക്കൂത്ത്. ഘടകകക്ഷികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ് ആഗ്രഹം. മറുവശത്ത് PJ ജോസഫിന്റെ പാർട്ടിക്ക് ധനകാര്യമന്ത്രി സ്ഥാനം വേണമത്രേ. പിടിച്ചു വാങ്ങാൻ പറ്റുന്നതൊക്കെ പിടിച്ചു വാങ്ങും. ഇനി ഭൂരിപക്ഷം കുറവാണെങ്കിൽ ഇവരുടെയൊക്കെ ധാർഷ്ട്യം അത് എങ്ങനെ കൊണ്ടുപോയി എത്തിക്കും? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. അത്രയൊന്നും ആത്മവിശ്വാസം LDF ക്യാമ്പിലില്ല. ദർബണത്ത് പോലും പിണറായി വിജയൻ തോൽക്കും എന്ന പ്രചരണമാണ് കേരളത്തിൽ കൊഴുക്കുന്നത്. മറുവശത്ത് പേരാവൂരിൽ KK ശൈലജ കൂടി വീണാൽ ഇനി പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന ചോദ്യമാണ് UDF ഉയർത്തുന്നത്. പിണറായി വിജയൻ എന്തായാലും മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കില്ല. പിന്നെ എറണാകുളത്ത് രാജീവ് തോറ്റാൽ ആകെയുള്ളത് ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രിയാണ്. ഈ രണ്ട് നേതാക്കളെ വകഞ്ഞുമാറ്റി സാക്ഷാൽ മുഹമ്മദ് റിയാസ് കടന്നു വരുമോ? എന്നാൽ ബേപ്പൂരിൽ വെച്ച് തന്നെ മുഹമ്മദ് റിയാസിനെ താൻ തോൽപ്പിക്കും എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് PV അൻവർ. ആകെക്കൂടി ജനങ്ങൾ കൺഫ്യൂഷനിലാണ്. ആര് ജയിക്കും എന്ന സംശയം. മുൻപൊക്കെ ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലുമൊക്കെ ഇടിവെട്ടി ഫയലുകളൊക്കെ കത്തിത്തീരുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു, മെയ് 4 തീയതിയും അത്തരം ഇടിമിന്നലുകളും തീപിടുത്തവുമൊക്കെ ഉണ്ടാവും. പല ഫയലുകളും കത്തിത്തീരും. ചില ഫയലുകൾ ഇതിനകം തന്നെ തീപിടുത്തത്തിൽ നശിച്ചു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. മെയ് 4 തീയതിക്ക് ശേഷം ഏതൊക്കെ ഫയലുകൾ എവിടെയൊക്കെ അവശേഷിക്കും? ക്ലിഫ് ഹൗസിൽ എന്തൊക്കെ ബാക്കിയുണ്ടാവും? ക്ലിഫ് ഹൗസിൽ നിന്ന് പിണറായി വിജയൻ എന്തൊക്കെ അടപടലം കടത്തും? ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.